എന്റെ ചെവിയിലത്തെ ഹലാക്ക് പോയി. അത് കാണാൻ നേരം വെളുക്കുമ്പോ തുടങ്ങി തെരയണാണ് ഞാന്. അതെ, ഈ വീട് വിട്ടിട്ട് എടങ്ങും പോയിനാ? വീടെന്തിനാ ഞാൻ വിൽക്കണേ? എന്റെ ചെവിയിലത്തെ ഒരു ഇത് പോയത് വീട് അവിടെ കിടന്നോട്ടെ. ഇപ്പൊ കച്ചവടത്തിനാ? അല്ല എന്താ ഇജ്ജ് പറഞ്ഞേ? ഞാൻ സ്ഥാനാർത്ഥിയാ, നമ്മളെ പാൽ സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാന്ന്. സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാന്നല്ല പറഞ്ഞ ഞാൻ എന്റെ ചെവിയിൽ അത് പോയി. ആ കുട്ടറ കൂടെ ഓടിയതാ പെടങ്ങറായത്. അതാ പറയണത്. എനിക്കെന്താ പെട സാധനത്തിന് കുറവ്? അതെ, ഞാനേ പറയുന്ന ഒന്ന് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ശ്രദ്ധിച്ചാ മതി. ചുണ്ടൊന്ന് ശ്രദ്ധിച്ചു നിന്നാ മതി, എന്നാ തന്നെ കിട്ടും. എന്താ എനിക്ക് ചുണ്ടിന് എന്താ പറ്റേ? ചുണ്ടിന് കുന്താ. അല്ല, ഒന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മെമ്പർ ആ സ്ഥാനത്ത് നിന്നപ്പോ നിങ്ങളെല്ലാം കൂടി നമ്മളെ തോപ്പിച്ച്. ഇത് മാത്രം പിടിച്ചാ വേണ്ട, അത് വിട്ടു. ഈ സാധനം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ പറയുമ്പോ. കറക്റ്റാ കൊട്ടുകൈ. അല്ല, ഒന്നുമില്ല. ഇനിയിപ്പോ ഞാൻ പാൽ സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഞാൻ മത്സരിക്കുന്നു. ഞാൻ നിൽക്കുന്നുണ്ട്. എവിടെ? സമാധാനം. എവിടെയാണ്? എവിടെ നിക്കണേ? ഞാൻ പഞ്ചാബിലോ? കേൾക്കുന്നില്ല. പഞ്ചാബിലല്ല. നമ്മളെ പഞ്ചായത്തിൽ തന്നെ. പഞ്ചാബ് എന്ന് പറഞ്ഞ് മാറിപ്പോയതാ. പഞ്ചായത്തോ? ക്ഷീര കർഷക സഹകരണ സംഘം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പുറം എന്താ എനിക്ക് ദേഷ്യം പറഞ്ഞ? ദേഷ്യമല്ല, ഞാൻ പശു ഉണ്ടല്ലോ, പശുവിന്റെ. ഈ പശുവാ? ക്ഷീരോത്പാദന സഹകരണ സംഘം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതിന്റെ വോട്ടും കുഴക്കമത് ചെയ്തിട്ട് പോണം. എന്റെ പൊന്നാറ മോനെ, എപ്പോഴൊക്കെ എന്റെ കാര്യം എന്താന്ന് മനസ്സിലായടാ കുട്ടിയെ. മനസ്സിലായില്ല കുഞ്ഞെ. എന്റെ ചെവിയിലെ സാധനം പോയിട്ട് ഒന്നും കേട്ടായിരുന്നില്ല. എന്റെ സങ്കടക്ക് മനസ്സിലായി. സാരില്ല. എന്റെ പെങ്ങളുകുട്ടി ഇപ്പൊ ഒരു പാൽക്കാരന്റെ കൂടെ പഞ്ചാബിലേക്ക് ഒളിച്ചോടിയില്ല. എന്റെ പെങ്ങളുകുട്ടി ഞാനും പോയി. എന്റെ കുടുംബം മൊത്തം ഒളിച്ചോടി പോയി. ഞാൻ പോയി ഇപ്പോൾ ചൊടി. ഞാൻ മാത്രമാക്കി. നിങ്ങളല്ല, എന്റെ കുടുംബം പോയി. ഞാൻ ഒളിച്ചോടി പോകുക.